കുഞ്ഞാവാ വർത്താനം എന്താ സുഖം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കച്ചവടം ഇപ്പൊ എന്താ പാട്? കച്ചവടം വളരെ മോശമാണ്. ഇപ്പൊ അടുത്ത ഒരു മാസമല്ല ആയിട്ടുള്ളൂ ഇപ്പൊ തുടങ്ങിയിട്ട്. ഒരു മാസം തുടങ്ങിയിട്ട് 2 മാസമായി. പക്ഷെ കച്ചവടം ഇല്ല, കച്ചവടം വളരെ മോശം. കച്ചവടത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മളിതേ ഒരു മോചേരി നടക്കണില്ല, കണ്ടില്ലേ? ആരോടും അങ്ങനെ മുണ്ടൊന്നുമില്ല അയാള്. പക്ഷെ അയാളെ കണ്ടിട്ട് അയാൾക്കൊരു 10-500 കൊടുത്തിട്ടൊന്ന് ദ്വാരക്കാൻ പറഞ്ഞാൽ മതി. മൂപ്പര് ദ്വാരണ കച്ചവടം സൂപ്പറായിട്ട് നടക്കും. അങ്ങനെ ഒരു മൂല്യം കൂടെ കണ്ടില്ലേ? നമ്മളെ റോട്ടിൽ കൂടെ ഒക്കെ വരുന്നതല്ലേ? അങ്ങനെ എല്ലാരും കാണുന്നില്ല. സത്യം പറഞ്ഞ അയാളൊരു ഔലിയാണെന്നൊരു സംശയമുണ്ട്, ചില ആൾക്കാരൊക്കെ പറയേണ്ടത്. അപ്പൊ അതൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം. നടന്നാലോ കേട്ടോ? ശരി. ഏതായാലും നമുക്ക് പണിയെടുക്കണല്ലോ. മോനാളേ, പോറാട്ടക്ക് വൈകുന്നേരത്ത് 3-5 വൈതാ. 3 വേണ്ട 5 വേണ്ട, 2 ഇട്ടാ മതി. പോറാട്ട ചുടാല്ലോ ഓന്റെ ഒരു ആവേശം. ചാടിക നമ്മളെ ഉസ്താദിനൊരു ചായ കൊടുത്താ. അതവിടെ വെച്ചോളി. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, കച്ചവടം വളരെ മോശമാണ്. അപ്പുറത്തെ പീടിയിലൊക്കെ നല്ല കച്ചവടമാണ്. നിങ്ങളൊന്ന് ദ്വയർക്കണം. ഇൻഷാ അല്ലാഹ്. നിങ്ങളിപ്പോ ഞമ്മക്കൊരു 10-500 തന്നിട്ടൊന്നേ ദ്വയർക്കാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്റെ ആ പൊറാട്ടക്കാരന്റെ ചേലും കോലം നോക്കാം. ഈ 500 നിങ്ങൾ തന്ന അവിടെ തന്നെ പൊടിച്ചോളി. ആദ്യം ഇതിൽ കൂടെ ഒരു 500 കൂടിയും കൂട്ടിയിട്ട് ഓന് അൽഹംദുലില്ലാ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് വെള്ളിയാഴ്ച ദിവസം പള്ളി കൂടി ഒന്ന് പറഞ്ഞേക്ക്, നല്ല റാത്താക്കിയിട്ട് ഒന്ന് പള്ളിക്കും പറഞ്ഞേച്ചാല് കച്ചവടം കിട്ടുമോ. നല്ലൊന്ന് വൃത്തിയിൽ ആ പൊറാട്ടക്കാരനെ നടത്തി. നമ്മളിത് കുറെ ദ്വയർന്നായിട്ടൊന്നും കാര്യമില്ല, അവിടെ കുറെ കച്ചവടം കിട്ടുമൊന്നുമില്ല. അപ്പൊ പറഞ്ഞ മാതിരി ഓന് നല്ലൊരു ഡ്രസ്സ് ശരിയാക്കി കൊടുക്കി. അപ്പൊ എനക്കിപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ല, അപ്പൊ ഞാൻ കുറെ ദ്വയർന്നിട്ടൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യേ, അപ്പൊ അതൊക്കെയാണ് ശരിയാവും. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. ഇനിയിപ്പോ പൊറാട്ടക്കാരന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം. ഇനിയിപ്പോ കൂടോത്തരത്തിനും നടന്നിട്ട് കാര്യമില്ല.